ഇലകൾ പോലെയാകണം പ്രതീക്ഷകൾ. എത്ര കൊഴിഞ്ഞാലും ഇരട്ടിയായി വീണ്ടും തളിർക്കണം. ദുഃഖങ്ങൾ വരാതിരിക്കാൻ അർഹതയില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നാം മരിക്കുന്നതാണ്. ജീവിതയാത്ര വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിന് ഈ പകയും വിദ്വേഷവും തമ്മിൽ തല്ലും പിണക്കവുമെല്ലാം? സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്നും ഉത്തരം കാത്തു നിൽക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് കാതോർക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. മെഴുകുതിരി പോലെയാണ് എല്ലാവരുടെയും ജീവിതം. ദൂരത്തുനിന്ന് നോക്കിയാൽ പ്രകാശം മാത്രമേ കാണൂ. അടുത്തു ചെന്ന് നോക്കുക, കണ്ണീർ ചീന്തുന്നത് കാണാൻ പറ്റും. ലക്ഷ്യങ്ങളില്ലാത്ത ചില ജീവിതങ്ങളുണ്ട്. കടമയുടെയും കർത്തവ്യത്തിന്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങൾ. വേദനയുടെ ചീള് തറച്ച ഒരു ജീവിതത്തെ സാന്ത്വനിപ്പിക്കാൻ വർഷങ്ങളുടെ ആത്മബന്ധം വേണമെന്നില്ല, നിമിഷങ്ങളുടെ അടുപ്പം മാത്രം മതി. നമ്മൾ ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. ഒടുവിൽ പഴിചാരാൻ ഒരു വിധി പോലും കൂട്ടിനില്ലാത്ത ചിലരുണ്ട്. എങ്ങും എത്താനാവാതെ തോറ്റുപോയ ചിലർ. മറ്റുള്ളവർ നമ്മെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്ത് വിഷമം മറന്നേക്കുക. നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ അവർ അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സന്തോഷമായിരിക്കും. ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ നാം കരഞ്ഞതോർത്ത് ചിരിക്കും, ചിരിച്ചതോർത്ത് കരയുകയും ചെയ്യും. നമ്മൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവരാവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. എല്ലാ പ്രശ്നവും തീരും, അപ്പോഴേക്കും ജീവിതവും തീരും. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അടുത്തുനിന്ന് കണ്ടുമടുത്ത എന്തിനും അകലെ നിന്ന് കാണുമ്പോൾ വല്ലാത്ത ചന്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അമിളിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്തരുത്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. ഓരോ വേദനയും ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ശല്യമായി മാറുന്നു. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ അവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. മനുഷ്യന്റെ സ്വഭാവമാണ്. എത്ര സമ്പത്തുണ്ടായാലും അത് ഇനിയും വർദ്ധിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. അതൊരു അത്യാഗ്രഹമാണ്. വീണ്ടും വീണ്ടും കഴിച്ചിട്ടും ഒരു വ്യക്തിക്ക് സംതൃപ്തി ലഭിക്കാത്ത ഒരു കാര്യമാണ് ഭക്ഷണം. മനുഷ്യന്റെ മറ്റൊരു സ്വഭാവമാണ് ഒരിക്കലും തന്റെ പ്രായത്തിൽ തൃപ്തനല്ലാത്തത്. ഒരു മനുഷ്യൻ എപ്പോഴും ദീർഘായുസ് ആഗ്രഹിക്കുന്നു. എത്ര നീണ്ട ജീവിതകാലം ലഭിച്ചാലും അത് കുറവാണെന്ന് തോന്നും. മനുഷ്യന്റെ സമ്പത്തിന് പിറകെയുള്ള ഓട്ടമാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഒരിക്കലും അവൻ അതിൽ തൃപ്തനാകില്ല. ഒരു വ്യക്തി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ നിന്നും ആർക്കും അയാളെ തടയാൻ കഴിയില്ല. മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ, പിണങ്ങിയിട്ടില്ല, വെറുത്തിട്ടുമില്ല. പക്ഷേ ചില തിരിച്ചറിവുകൾക്ക് മൗനമാണ് നല്ലത്, സ്വയം ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ നഷ്ടങ്ങൾ തന്നെയാണ്. കാരണം ആ നഷ്ടങ്ങളിൽ ഏറെയും എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു.